കൊടുത്തതാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു, അറിയില്ല കേട്ടോ. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഒരു ഷോർട്ടായിട്ട് ഇടാൻ പറ്റുമോ എനിക്കറിയില്ല. പറ്റിയില്ലെങ്കിൽ 2 ഷോർട്ടായിട്ട് ഇടാം. പാർട്ട് 1 പാർട്ട് 2. ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, പക്ഷെ ചെറുതായി കയറുന്നത്, പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ വന്ന് നമുക്ക് കുറേ ആവുമല്ലോ എന്ന് പ്രതീക്ഷിക്കുന്നു. 2026 തീരുമ്പോഴത്തേക്കും ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ആകുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് കരുതുന്നു. നിങ്ങളതിനെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഡ്രസ്സ് പോലും മാറാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ടയർഡ്. രാത്രി കിടന്നുറങ്ങിയത് ഒരു സമയമായപ്പോഴാണ് കിടന്നുറങ്ങിയത്. ഐ തിങ്ക് ഫ്രണ്ട്സൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3, 3:30, 4 മണിയൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവളുടെ പഴയ വീട്ടിൽ കിടന്നാണ് ഉറങ്ങിയത്. എന്നിട്ട് രാവിലെ 8 മണിക്ക് എൻ്റെ മുഖത്ത് അതിൻ്റേതായ എല്ലാ ടയർഡ്നെസ്സും ഉണ്ട്. കാരണം നമ്മൾ നല്ലപോലെ ഉറക്കം ഇരുന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കയറി കിടന്ന് ഉറങ്ങി. ഡ്രസ്സ് മാറാനൊന്നും വയ്യായിരുന്നു, അതുകൊണ്ട് കയറി കിടന്ന് ഉറങ്ങി. ഞാൻ ഇന്ന് പോകണമെന്നാണ് വിചാരിച്ചത്. നമ്മുടെ ഫ്രണ്ട് സൈൻ ഉണ്ടായിരുന്നില്ല, അവളുടെ കൂടെ പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവൾ വിട്ടില്ല. പിന്നെ അറിയാമല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണോ തന്നെത്താനെ ഞാൻ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യണം. അതിൽ നല്ലത് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതാണല്ലോ. അത് തന്നെ. അങ്ങനെ ഗിഫ്റ്റുകളെല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് TV എന്തോ കേടായെന്ന് തോന്നുന്നു, അത് റെഡിയാക്കുകയാണ്. അതാണ് രേവതിയുടെ അച്ഛൻ. പാസ് ചെയ്ത് പോയതാണ് രേവതി രമേശനിലെ രമേശൻ. ഇതെന്ത് ഗിഫ്റ്റായിരുന്നു? ഇതും നല്ലൊരു ഗിഫ്റ്റായിരുന്നു. ഐ തിങ്ക് ഡിന്നർ സെറ്റായിരുന്നെന്ന് തോന്നുന്നു. കുറേ ഡിന്നർ സെറ്റ്. പിന്നെ അല്ലെങ്കിലും അറിയാമല്ലോ, ഈ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് കുറേ ഡിന്നർ സെറ്റുകളാണ് കിട്ടുന്നത് കൂടുതലും. ഹെൽപ്ഫുള്ളാണ്, നമുക്കിങ്ങനെ ആൾക്കാർ വരുമ്പോൾ കൊടുക്കാമല്ലോ. അങ്ങനെ ഇത് ഞാൻ ഈ പാതിരാത്രി ഇരുന്നാണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.